മെറ്റേണിറ്റി ലീവിൽ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ അവർക്കൊരു 6 മാസം 1 കൊല്ലമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ വരുന്ന ആൾക്കാരെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും സ്കീമുകളോ? എഞ്ചിനീയേഴ്സിനാണെങ്കിൽ തന്നെ നോൺ ബാങ്കിങ് ലെൻഡേഴ്സ് ഉണ്ട്. 95% വരെ LMI കൊടുക്കുന്നുണ്ട്. നാട്ടിലെ പ്രോപ്പർട്ടി വിറ്റിട്ട് ഇങ്ങോട്ട് പൈസ കൊണ്ടുവരുന്നവരുണ്ട്. അപ്പോൾ അത് ജെന്യുവൻ സേവിങ്സ് ആയിട്ട് കണക്കാക്കുകയോ 40 കൊല്ലത്തേക്ക് ലോൺ കൊടുക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും നമുക്ക് ദോഷകരമാണോ അത് നമുക്ക് ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ? അതായത് ഒരു $6 ലക്ഷം വീട് നമുക്ക് പണിയാൻ വേണ്ടി എത്ര രൂപ വേണം? $20,000. നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വീട് മേടിക്കാനാണോ എളുപ്പം, അതോ നമുക്കൊരു വീട് ബിൽഡ് ചെയ്യാനാണോ കൂടുതൽ ലോൺ കിട്ടാനായിട്ട് സാധ്യത കൂടുതൽ? അതിൻ്റെ അത് നമുക്ക് ഒരു 40+ ലെൻഡേഴ്സിന് നമുക്ക് അക്രഡിറ്റേഷൻ ഉണ്ട്. വെറും 12 മാസം താമസിക്കാൻ വേണ്ടി അവർ $30,000 ഫ്രീ ആയിട്ട് തരുക. ആ 2% ഡിപ്പോസിറ്റിലും ഇന്നത്തെ കാലത്ത് നമുക്ക് വീട് മേടിക്കാനായിട്ട് സാധിക്കും. ഈ കൊച്ചു പിള്ളേരുള്ളതുകൊണ്ട് മിക്കവാറും സിംഗിൾ ഏണറായിരിക്കും. ഈ സിംഗിൾ ഏണേഴ്സിന് ലോൺ കിട്ടുന്ന ബാങ്ക് ഊബർ ഓടിക്കുന്ന ആൾക്കാർക്ക് ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഓണർ ഒക്യുപ്പൈഡിന് മാത്രമല്ല കൊടുക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റിനും കൊടുക്കും. ഇൻവെസ്റ്റ്മെന്റിന് ഒരു 10% LMI ആവശ്യമില്ല. ചെയ്യുന്നത് ഒരു ഫീൽഡാണ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഏജ്ഡ് കെയർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫറുകൾ ബാങ്കുകൾ കൊടുക്കാറുണ്ടോ? അത് ഗവൺമെന്റ് സപ്പോർട്ട് എന്തെങ്കിലും? നമുക്ക് ഇനിഷ്യലി നമ്മൾ കോൺടാക്ട് ചെയ്യണം, നമുക്ക് ഒരു ഒത്തിരി രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ നാട്ടിൽ നിന്നായാലും അതോ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നായാലും ഓസ്ട്രേലിയക്ക് വരുന്നത് വളരെ നല്ലൊരു ജീവിതം വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. ഇവിടെ വന്നതിന് ശേഷം ഒരു ഓസ്ട്രേലിയൻ മലയാളിയുടെ ഒരു ഡ്രീമാണ് നമുക്ക് നല്ലൊരു വീട്, സ്വന്തമായിട്ടൊരു വീട്. അവിടെ നമ്മൾ ഫാമിലി ആയിട്ട് അപ്പനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന, നമുക്ക് മനസ്സിനിണങ്ങിയത് നമുക്ക് ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന വീട്. അത് പലപ്പോഴും നമ്മുടെ ആഗ്രഹമായിട്ട് അങ്ങ് നിന്ന് പോകും. മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുത്തെ ഡിപ്പോസിറ്റിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട്, പിന്നെ നമ്മുടെ ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട്, നമ്മുടെ യങ് ഫാമിലി ആയതുകൊണ്ട് ഒരുപാട് കടമ്പകളുണ്ട്. പക്ഷേ ഈ കടമ്പകളൊക്കെ നമുക്ക് ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ ഇത് കടമ്പകളിലൂടെ കടന്നുപോയ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഇവിടെ അതേ ജോലിയിലേക്ക് മോർഗേജ് ബ്രോക്കറിങ്ങിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങളൊക്കെ വന്ന കാലത്ത് അനുഭവിച്ച ആ ബുദ്ധിമുട്ടുകൾ ഇനി വരുന്നവർക്ക് അനുഭവിക്കാതിരിക്കാനായിട്ട് ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ ആയിരുന്നത് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടിജോയാണ്. അദ്ദേഹം ഈ ഫീൽഡിൽ വളരെയധികം നാളായിട്ട് മോർഗേജ് ബ്രോക്കറിങ് ചെയ്യുന്നയാളാണ്. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് വീട് സ്വന്തമായിട്ട് മേടിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എന്ത് കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായാലും, എന്ത് രീതിയിൽ ലോൺ തരില്ല എന്ന് പറഞ്ഞ ആൾക്കാരിലായാലും എങ്ങനെ നമുക്ക് ലോൺ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്നതിനെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ടിജോ, നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? കോട്ടയത്താണ് വീട് അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നില്ല, ഇതിനു മുമ്പ് ചോദിച്ചതാണ് കോട്ടയംകാർക്ക് മാത്രമേ വീട് മേടിച്ച് കൊടുക്കുന്നുള്ളത്. അതല്ല, ഓസ്ട്രേലിയയിലുള്ള ഏത് ആൾക്കാർക്കും, വിക്ടോറിയൻസിന് മാത്രമല്ല ഏത് ഓസ്ട്രേലിയൻസിനും അല്ലേ വീട് സ്വന്തമായിട്ടും താമസിക്കാനായിട്ട് മേടിച്ചു കൊടുക്കാനായിട്ട് സഹായിക്കും. ഇവിടെ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരൊന്നുമില്ല. നാട്ടിൽ നല്ല സാഹചര്യം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരായാലും UK, കാനഡ അല്ലെങ്കിൽ US നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ കുറവ് വരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാകുന്നത്, നമുക്കൊരു വീട് സ്വന്തമായിട്ട് മേടിക്കാൻ സാധിക്കില്ല, അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന്. ഡിപ്പോസിറ്റാണ് ആദ്യം ഒരു വലിയ വിഷയം. ഇപ്പോൾ പണ്ട് നമ്മളൊക്കെ വന്ന കാലത്ത് ഡിപ്പോസിറ്റ് 20% വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഗവൺമെൻറ് വളരെയധികം കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മിനിമം എത്ര ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീട് മേടിക്കാനായിട്ട് സാധിക്കും? നമ്മൾ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് ആണ്, അതായത് ഫസ്റ്റ് ഹോം ഗ്യാരണ്ടി സ്കീം എന്ന് പറഞ്ഞ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അത് വെച്ചിട്ട് 2% മുതൽ നമുക്ക് എലിജിബിൾ ആണ് ആളുകൾക്ക്. അത് ഓരോ 2%, അത് മിനിമം 2% ആണ്. 5% 2% ഉള്ളതാണ് ഹോം ഗ്യാരണ്ടി സ്കീം, അതായത് ഫാമിലി ഹോം ഗ്യാരണ്ടി സ്കീം, പിന്നെ ഫസ്റ്റ് ഹോം ഗ്യാരണ്ടി സ്കീം, പിന്നെ റീജിയണൽ ഫസ്റ്റ് ഹോം ഗ്യാരണ്ടി സ്കീം. റീജിയണൽ ഫസ്റ്റ് ഹോം ഗ്യാരണ്ടി സ്കീമും 5% വേണം ഡിപ്പോസിറ്റ്. അത് നമ്മൾ നേരത്തെ ഒരു 3 years മുമ്പ് വരെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 20% ആയിരുന്നു ഒരു ഡിപ്പോസിറ്റ്. അത് 5% കിട്ടുമായിരുന്നു. പക്ഷെ അന്നേരം നമ്മൾ ഹ്യൂജ് LMI അതെ ബാങ്കിന്റെ റിസ്ക് നമ്മളെ കൊണ്ട് അവർ ഇൻഷുറൻസ് എടുപ്പിക്കുന്ന ലെൻഡേഴ്സ് മോർഗേജ് ഇൻഷുറൻസ് തന്നെ. ഇപ്പൊ അത് കുറയ്ക്കാനുണ്ട്. അത് ഫസ്റ്റ് ടൈം പേഴ്സണ് റിയലി ഹെൽപ്ഫുൾ ആണ് ഈ ഒരു സ്കീം വന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് സർട്ടൻ ക്രൈറ്റീരിയ ഉണ്ട്. നമുക്കൊരു എല്ലാവർക്കും അത് എലിജിബിൾ ആണോന്നില്ല. ഇപ്പം നമുക്കൊരു
ഫസ്റ്റ് ഹോം ബയർ എനിക്കൊരു 1 million പ്രോപ്പർട്ടി മേടിക്കണം, പക്ഷെ അത് എലിജിബിൾ ആണോ എന്നില്ല. ഓരോ സ്റ്റേറ്റിലും അതുപോലെ ഓരോ സ്റ്റേറ്റിലും അതിൻ്റെ പോസ്റ്റ് കോഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ ബാങ്ക് അതിന് ഒരു പ്രൈസ് ക്യാപ്പ് വെച്ചേക്കുന്നത്. ഈ പ്രൈസ് ക്യാപ്പിൻ്റെ അകം വരണം. അതുപോലെ തന്നെ അതിൻ്റെ ഇൻകം ടെസ്റ്റ് ഉണ്ട്. ഇൻകം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർ 125,000 സിംഗിൾ ആപ്ലിക്കൻ്റ് ആണെങ്കിൽ, ജോയിൻ്റ് ആപ്ലിക്കൻസ് ആണ് $200,000. ഇത് നമുക്ക് പ്രീവിയസ് ഇയറിലെ ടാക്സ് റിട്ടേണിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ കറണ്ട് ഇയർ ഇപ്പോൾ പുതിയതായിട്ട് വന്നവർക്കാണ് ടാക്സ് റിട്ടേൺ കാണത്തില്ല. അപ്പോൾ അവർക്ക് അന്നേരം യൂഷ്വലി ഒരു ATO നോൺ ലോഡ്ജ്മെൻറ്റ് അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ കൊടുത്താൽ മതി. അപ്പോൾ അത് ഈ ടെസ്റ്റ് നമ്മൾ അതുപോലെ സിറ്റിസൺ അല്ലെങ്കിൽ PR പെർമനന്റ് റെസിഡൻ്റ് ആയിരിക്കണം. ഈ 3 കാര്യങ്ങളും ക്വാളിഫൈ ചെയ്താൽ ഈ പ്രോപ്പർട്ടി പ്രൈസ് ക്യാപ്പിൻ്റെ അകം വരുന്നവർക്കാണെങ്കിൽ ഈ ലോ ഡിപ്പോസിറ്റിൽ നമുക്ക് ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം. അതായത് 2% ഡിപ്പോസിറ്റിലും ഇന്നത്തെ കാലത്ത് നമുക്ക് വീട് മേടിക്കാനായിട്ട് സാധിക്കും. അത് വളരെ സന്തോഷമാണ്. മനസ്സിനും തന്നെ ഒരു കുളിർമ തോന്നുന്നുണ്ട്. സ്ട്രെസ് അല്ലേ? കാരണം നമ്മളൊരു $5 ലക്ഷം വീട് പണ്ട് കാലത്ത് മേടിക്കണമെങ്കിൽ $1 ലക്ഷം ഉണ്ട്. $1 ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ ഒരു 10 കൊല്ലം പിടിക്കും, ഇല്ലേ? എത്ര എളുപ്പമുള്ള കേസല്ല. പക്ഷെ ഇപ്പോൾ 2% അല്ലെങ്കിൽ 5% പിടിച്ചു. 5% വെച്ചാലും $5 ലക്ഷം ഒരു വീടിന് ഇപ്പം എത്ര രൂപ ഡെപ്പോസിറ്റ് വേണം നമുക്ക്? ഏകദേശം 5 ലക്ഷം 2% ആണെങ്കിൽ നമുക്ക് $10,000 മതി. വെറും $10,000 ഒരു വീട് മേടിക്കാൻ അല്ലേ? 2%. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ല, അത് സിംഗിൾ പേരന്റ് ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. അതല്ല സ്റ്റാൻഡേർഡ് ഒരു 5% ആണ്. നമ്മൾ കൂടുതൽ ഒരു 98% ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് 5%. ഓക്കെ. അല്ല, എന്നാൽ 5% എന്ന് പറഞ്ഞാൽ നമുക്ക് $25,000 മതി. ഒരു $25,000 നമുക്ക് എന്താ പറയുക, 2 കൊല്ലം കൊണ്ട് ഉണ്ടാക്കാം. യൂഷ്വലി ഇപ്പോൾ ആളുകളൊക്കെ വന്നൊരു 6-7 മാസം കഴിയുമ്പോൾ ഇൻകം കൂടി രണ്ടുപേര് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരാൾ സേവ് ചെയ്യും, അത് വെച്ചിട്ട് അടുത്ത പ്രോപ്പർട്ടിക്ക്. അത് ശരിയാണ് കേട്ടോ. കാരണം നമ്മൾ വന്ന സമയത്ത് പറ്റും ഒരു ആവറേജ് ഇൻകം, അല്ല ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു $15 ആണെന്ന് തോന്നുന്നു. അപ്പോൾ നേരെ മാറി $30, 48 ഒക്കെ സ്റ്റാർട്ടിങ് ഇതുണ്ടല്ലോ. ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഒരു $30-35 കിട്ടുന്നുണ്ട്. ഈവൻ സ്റ്റുഡൻസിന് പോലും $35 അല്ലേ? പിന്നെ കോവിഡ് കഴിഞ്ഞ പിന്നെ പെട്ടെന്ന് എനിക്കറിയാം, നമ്മളൊക്കെ ഇവിടുന്ന് വരുന്ന സമയത്ത് സ്റ്റുഡൻസിനെ പറ്റി $5 അല്ല $10 ജോലി ചെയ്തോണ്ടിരുന്നത്. അതാണ് നേരെ 35 വന്നത് അല്ലേ? ഞാൻ ഈ 48 എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതലും വരുന്ന ഈ അവരുടെ ഒരു ബേസിക് സാലറി ഇപ്പൊ ഒരുമാതിരി എല്ലാ എംപ്ലോയീസും $48-50 റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഇപ്പൊ നേഴ്സുമാരുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് നേഴ്സുമാരാണ്. അപ്പോൾ ഈ നഴ്സുമാർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫറുകൾ പല ബാങ്കുകളും കൊടുക്കാറുണ്ടോ? നഴ്സുമാർക്ക് ഈ ഇതല്ലാതെ, അതായത് ഈ ഗവൺമെൻറ് സ്കീം അല്ലാണ്ട് തന്നെ നമുക്ക് ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. ബാങ്കുകളുടെ അതായത് നഴ്സുമാരെ ഒരു മെഡിക്കോ എന്ന് പറയുന്ന പോളിസി ഉണ്ട്. അതായത് മെഡിക്കോ ഡോക്ടേഴ്സും അവർക്കൊക്കെ ഉള്ള പോളിസിക്കകത്തേക്ക് കൊണ്ടുവന്നിട്ട് 90% up to 95% വരെ കൊടുക്കുന്ന ലെൻഡേഴ്സ് ഉണ്ട്, LMI ഇല്ലാണ്ട് കൊടുക്കുന്നത്. അപ്പം 90% എന്ന് പറഞ്ഞാൽ ഇപ്പം അതുപോലെ 10% ഡിപ്പോസിറ്റ് അത് ഓണർ ഒക്യുപ്പൈഡിന് മാത്രമല്ല കൊടുക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റിനും കൊടുക്കും. ഇൻവെസ്റ്റ്മെന്റിന് 10% LMI ആവശ്യമില്ല. ഇല്ല, ആവശ്യമില്ല. നേരത്തെ അത് നമുക്ക് പറ്റത്തില്ല. എപ്പോഴും 20% ആയിരുന്നു. അത് ഇപ്പം അത് ശരിയാണ്. അത് നല്ല LMI അടയ്ക്കണമായിരുന്നു. അതും അപ്പോൾ 10%. അപ്പോൾ അത് എല്ലാ ബാങ്കുകാരും കൊടുക്കുന്നുണ്ടോ? ചില ബാങ്കുകൾ മാത്രമേ ഉള്ളൂ? എല്ലാ ബാങ്കുകളും വളരെ ലിമിറ്റഡ് 1-2 ബാങ്കുകളേ ഉള്ളൂ കൊടുക്കുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഈ ഇത് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് വേറെ കാര്യം, നിങ്ങൾ എത്ര ബാങ്കുകാരുമായിട്ട് നിങ്ങൾക്ക് കൊളാബറേഷൻ ആണോ ഡീൽ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന നമ്മുടെ പാനലിൽ അവർക്ക് ഒരു 40+ ലെൻഡേഴ്സിന് നമുക്ക് അക്രഡിറ്റേഷൻ ഉണ്ട്. നമുക്ക് റെഡി ടു അല്ലേ? അതായത് നമ്മളെ മെയിൻ 4 ബാങ്കുകാർ നമ്മുടെ അടുത്ത് നോ പറഞ്ഞാലും അതിന്റെ തൊട്ട് താഴെയുള്ള സ്മോൾ ബാങ്കുകൾ നോ പറഞ്ഞാൽ അതിന്റെ താഴെയുള്ള എന്താ പറയുക സ്പെഷ്യൽ ലെൻഡേഴ്സ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ നിയമങ്ങളും അതിന്റെ എന്താ പറയുക ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ബാങ്കുകളല്ലേ? റെഗുലേറ്ററി അതോറിറ്റി ലൈസൻസ് ചെയ്തേക്കുന്ന, അല്ലാതെ ബ്ലേഡ് അല്ല. ബ്ലേഡ് പോലത്തെ ബാങ്കുകളും ഉണ്ട്. നമുക്കറിയാലോ ഈ പറഞ്ഞ ഫണ്ടിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്നാലും ഗവൺമെന്റ് ഫണ്ടിങ് കൂടുതലും ചെയ്യുന്ന അങ്ങനെ ആളുകളാണ്. പക്ഷെ നമുക്ക് എന്നാലും നമ്മൾ പ്രശ്നം വെച്ചാൽ പലപ്പോഴും ഈ 4 ബാങ്കുകൾ അല്ലാതെ അതിന്റെ താഴെയുള്ള മറ്റൊരു ബാങ്കിലേക്ക് പോകാൻ നമുക്ക് ഭയങ്കര പേടിയാണ്. നാട്ടിലെ അനുഭവമുള്ളൂ, പിള്ളേരാണെങ്കിൽ വന്ന് നമ്മുടെ കുത്തിന് പിടിക്കുന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനത്തെ ഒരു വിഷയം ഇവിടെ വരുന്നില്ല. പിന്നെ നമ്മുടെ ഇവിടെ വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് ഫാമിലീസാണ്. ഇപ്പോൾ UK എന്നായാലും US എന്നോ അയർലൻഡിൽ നിന്നോ അത് മിഡിൽ ഈസ്റ്റിൽ നിന്നോ വരുന്നതല്ല യങ് ഫാമിലീസാണ്. അവരിവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് വീട് മേടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവർ കൊച്ചു പിള്ളേരുള്ളവരാണ്. ഈ കൊച്ചു പിള്ളേരുള്ളതുകൊണ്ട് മിക്കവാറും സിംഗിൾ ഏണറായിരിക്കും. ഈ സിംഗിൾ ഏണേഴ്സിന് ലോൺ കിട്ടുന്ന ബാങ്കുകൾ
നമുക്കൊരു പ്രോപ്പർട്ടി മേടിക്കാനുള്ള എനിക്ക് കിട്ടും. പക്ഷേ നമുക്ക് അവരുടെ റിക്വയർമെന്റ് ചിലപ്പോൾ അവർക്കൊരു 600,000 ആയിരിക്കും ബോറോയിങ് കിട്ടും. പക്ഷെ അവർക്ക് വേണ്ട 800 പ്രോപ്പർട്ടി ആയിരിക്കും. ഞാനിപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ചെയ്തേക്കുന്ന റീജിയണലൊക്കെ ചെയ്യുന്നത്, ഇപ്പോൾ റീജിയണലൊക്കെ ചെയ്യുന്ന പല സിംഗിൾ ആപ്ലിക്കൻസിനും, പക്ഷെ അവർക്ക് അവിടെ ഇപ്പം ഞാൻ പ്രോപ്പർട്ടി 600 അല്ലെ 550 ഒക്കെ ആയിരിക്കും പ്രോപ്പർട്ടി വാങ്ങുന്നത്. അപ്പോൾ ഒരാളുടെ ഇൻകം കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അവർ സർവീസ് ചെയ്യാൻ പറ്റും. റീജിയണൽ പറഞ്ഞുകൊണ്ട് പറയണം, ഇപ്പോൾ ഒരുപാട് മലയാളികൾ വരുന്നതും റീജിയനിലേക്കാണ്. ഇപ്പോൾ PR കിട്ടാൻ എളുപ്പമുണ്ട്, ജോബ് ഓഫർ കിട്ടാൻ എളുപ്പമുണ്ട്, പിന്നെ അതേപോലെ തന്നെ പ്രോപ്പർട്ടി വളരെ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ നമ്മൾ ഒരു പക്ഷേ മെൽബൺ സിറ്റിയിൽ നിന്നൊക്കെ കിട്ടുന്നതിൻ്റെ 3-1 പൈസയ്ക്ക് മറ്റുമൊക്കെ പലയിടത്തും കിട്ടും അല്ലേ. അപ്പോൾ അവർക്കത് വീട് മേടിക്കാനായിട്ട് സാധിക്കും. അവർക്ക് ഗ്രാൻഡുകൾ ഒരു പക്ഷേ സിറ്റിയേക്കാളും കൂടുതൽ ഗ്രാൻഡുകൾ അവിടെയാണ് കിട്ടുന്നത്. ഫസ്റ്റ് ഹോം ബയേഴ്സ് ഗ്രാൻഡ് ഇപ്പം വിക്ടോറിയയിലാണെങ്കിൽ ഓൾമോസ്റ്റ് $10,000 നേരത്തെ ഉണ്ടായിരുന്നു. അതായത് മെട്രോയിൽ 10,000 റീജിയനിൽ 20,000 ആയിരുന്നു. അപ്പം അത് എല്ലായിടത്തും ഒരേ ഗ്രാൻഡാണ് കിട്ടുന്നത്. സൗത്ത് ഓസ്ട്രേലിയയിൽ $15,000 ഫസ്റ്റ് ടൈം ബയർക്കുണ്ട്. പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും കിട്ടും. സ്റ്റാമ്പ് ഡ്യൂട്ടി ഫസ്റ്റ് നമ്മൾ ലാൻഡ് വാങ്ങിച്ച് ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സംഷൻ അപ് ടു 600,000 വരെ ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമുണ്ട്. ഫിഗേഴ്സ് വെച്ചിട്ട് മാറില്ല. പിന്നെ എന്താ പറയുക, NT-യിലാണ് $50,000 വരെ കിട്ടും. $50,000 വരെ ഗ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് അല്ല. എന്നാലും അതിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളെല്ലാം നമ്മൾ മീറ്റ് ചെയ്യണം. എന്നാലും 50,000 വരെ നമുക്ക് അവരെ പോളിസികളും ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുവാണെങ്കിൽ അവർ കൂടുതൽ പ്രോപ്പർട്ടികൾ ബിൽഡ് ചെയ്യാനുണ്ട്. അതായത് ഇപ്പോൾ ഈ ക്യൂൻസ്ലാൻഡിൽ $30,000 ബിൽഡ് പുതിയ പ്രോപ്പർട്ടി ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി അല്ലെങ്കിൽ $30,000 നമുക്ക് ചുമ്മാ ഫ്രീ ആയിട്ട് തരുവാ. നമ്മൾ 2 കൊല്ലം താമസിച്ചാൽ മതി അല്ലേ? അതെ, 12 മാസം 12 മാസം വെറും 12 മാസം താമസിക്കാൻ വേണ്ടി അവർ $30,000 ഫ്രീ ആയിട്ട് തരുവാ. ആ സാഹചര്യത്തിൽ നമ്മൾ ശരിക്കും ഉപകാരപ്പെടുത്തണം അല്ലേ? അത്രയും ചെയ്താൽ മതി. ഈ പറഞ്ഞ ഓരോ സ്റ്റേറ്റിലും അതിന്റെ ക്രൈറ്റീരിയ വ്യത്യാസം. ഇപ്പൊ നമ്മളിപ്പോൾ ക്യൂൻസ്ലാൻഡിൽ നിന്ന് വിളിക്കുന്ന ഒരാളാണ്, അവർക്ക് അവരുടെ ഇത് വെച്ചിട്ടുള്ള ഫുൾ ഇൻഫർമേഷൻ കൊടുക്കും. പിന്നെ അത് കൂടാതെ അവർക്ക് അവിടെ ഇതുമില്ലേ, നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സെപ്ഷനും ഇല്ലേ? ഇത് ലാൻഡ് വാങ്ങിക്കുന്നതിനും ഉണ്ട്, ബിൽഡിനും ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനുണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ? വിക്ടോറിയയിൽ ഇത് തന്നെയാണ്. ഇപ്പം 600,000 വരെയുള്ള ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം അപ്പോൾ പുള്ളിക്കാരൻ 6 ലക്ഷത്തിന്റെ വീടാണ് മേടിച്ചത്. കാരണം വിക്ടോറിയയിൽ 6 ലക്ഷത്തിന്റെ വീടാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സെപ്ഷൻ. അപ്പോൾ ആദ്യം പുള്ളിക്കാരന് ഈ 6 ലക്ഷത്തിന് വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല വിക്ടോറിയയിൽ. അപ്പോൾ ആ പുള്ളിക്കാരൻ ആദ്യം ഒരു $7.5 ലക്ഷം വരെയുള്ളത് നോക്കി. $6 ലക്ഷം വരെ 0 സ്റ്റാമ്പ് ഡ്യൂട്ടിയും 7.5 ലക്ഷം ആയപ്പോഴത്തേക്കും 25,000 സ്റ്റാമ്പ് ഡ്യൂട്ടിയും വന്നു. 25,000 കൂടുതൽ വരുന്നത് ഫുൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നത് $25,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് മണിയാണ് അല്ലേ? $25,000 ഉണ്ടാക്കണ 6 അല്ലെങ്കിൽ 1 കൊല്ലം കൊണ്ട് ഒരു നോർമൽ ഫാമിലിക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അത് തന്നെയല്ല, അത്രയും അത് ഇതിന്റെ മേളിൽ വേണ്ട എമൗണ്ട് അല്ലേ? ഡിപ്പോസിറ്റിന്റെ മേളിൽ വേണ്ട എമൗണ്ട്. ഒരിക്കലും ബാങ്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് ലോൺ തരുന്നില്ല. സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് തരുന്നില്ല. അത് തന്നെയല്ല, ആ പൈസ പോവുക. ഇപ്പൊ നമ്മൾ ഒരിക്കൽ വിറ്റ് കഴിഞ്ഞാലും ആ പൈസ നമുക്ക് കിട്ടുന്നില്ല അല്ലേ? അത് ഭയങ്കര ഹ്യൂജ് ലോസാണ്. അപ്പൊ നമ്മൾ ഇവർ പറയുന്ന ക്രൈറ്റീരിയക്കകത്ത് നിന്ന് മേടിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ വീട് മേടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വിലയുള്ള വീടുകൾ മേടിക്കാൻ പോകുന്നുണ്ട്. നമ്മളെപ്പോഴും ആദ്യം വാങ്ങിക്കുന്ന വീടായിരിക്കുമല്ലോ ആരുടെയും ഒരു ഡ്രീം ഹോം എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി ഒബിയസ്ലി ഒരു 5 to 7 ഇയേഴ്സിനകം സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നു 70% ആളുകൾ ഒന്നെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ വേറെ ചിലപ്പോൾ സബർബ് മൂവ് ചെയ്യും. കുട്ടികൾ അതുപോലെ എഡ്യൂക്കേഷൻ, പിള്ളേരുടെ എഡ്യൂക്കേഷൻ പ്രയോറിറ്റി ആയിട്ട് വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ റീലൊക്കേറ്റ് ചെയ്ത് അടുത്ത സബർബിലേക്ക് മാറും, അല്ലെങ്കിൽ നല്ല സ്കൂൾ നോക്കി പോകും. അപ്പം ആദ്യത്തെ വീട് അഫോർഡബിൾ ആയിട്ടൊരു വീട് വാങ്ങിക്കും. പിന്നെ ഇപ്പം നമുക്ക് ഇവിടുത്തെ മാർക്കറ്റ് നോക്കിയറിയാം, ഒരു കഴിഞ്ഞ ഒരു 6 വർഷം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ ഒരു 50% ഗ്രോത്ത് ഉണ്ട്. അപ്പം ഈ ഗ്രോത്ത് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ഇക്വിറ്റി ബിൽഡ് ചെയ്യുന്നത്. പിന്നെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ആ ഇക്വിറ്റി വെച്ച് തന്നെ അടുത്ത പ്രോപ്പർട്ടി വാങ്ങിക്കുക. അങ്ങനെയാണ്, അതാണ് ഒരു അത് മാക്സിമം നമ്മൾ ലോൺ കിട്ടുന്ന എമൗണ്ട് മുഴുവൻ സ്ട്രെച്ച് ഔട്ട് ചെയ്ത് മേടിക്കണ്ട. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറെ പുള്ളി പറയും, നിങ്ങളൊരു വീട് മേടിക്കുവാണെങ്കിൽ ഒരു വീട് കൂടെ മേടിക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് വീട് മേടിക്കാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെസ്സ് കുറഞ്ഞിരിക്കും, നമുക്ക് കുറച്ചും കൂടി റിലാക്സ് ചെയ്യാൻ പറ്റും. എന്താ പറയുക, ഈ പറയുന്ന പോലെ നമ്മുടെ പിള്ളേരെ ഡേ കെയറിൽ കൊണ്ടുപോയിട്ട് ഉള്ള വീട്ടിൽ അലമുണ്ടാക്കേണ്ട കാര്യം വരില്ല അല്ലേ? ഭയങ്കര സ്ട്രെസ്സാണ് പിള്ളേരെ ഡേ കെയറിൽ കൊണ്ടുപോയി വിടുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം സ്ട്രെച്ച് ഔട്ട് ചെയ്ത് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്കും മരിച്ചു കിടന്ന് പണതേ പറ്റുള്ളൂ, വീട്ടിൽ കിടക്കാൻ പറ്റില്ല. അങ്ങനെ അവസ്ഥ. അതിപ്പോ പല ചിലർ വരുമ്പോൾ തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് UK, അയർലൻഡ്, ഇപ്പൊ നമുക്കിപ്പോ വരുന്ന മൈഗ്രൻസ് കൂടുതലും ഈ പറഞ്ഞ UK, അയർലൻഡ്, ന്യൂസിലാൻഡ്, അവിടുന്ന് വരുന്ന ഒരു 60% അല്ലെങ്കിൽ 70% ആളുകളും
അത്യാവശ്യം നല്ല പൈസയായിട്ട് വരുന്നത്. അവിടുത്തെ സേവിങ്സ് അല്ലെങ്കിൽ അവിടെ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്ത ഫണ്ട്സ് കാണും. അപ്പോൾ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അവർ അവിടുന്ന് വന്ന് അവിടെ ഓൾറെഡി ഒന്ന് പുറത്ത് പോയി അവിടെ ജീവിച്ചു, ഇനി ഇവിടെ വന്നിട്ട് ഇനി എൻട്രി സ്റ്റേജ് തുടങ്ങുന്നത്. അപ്പോൾ നല്ലൊരു വീട് അല്ല വാങ്ങിക്കുന്ന അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം എൻട്രി ലെവലിൽ പോകാണ്ട് നമുക്ക് വേണ്ട ഇൻക്ലൂഷൻസ് എല്ലാം വെച്ച് തന്നെ ആദ്യത്തെ ഒരു ബിൽഡ് പണിയോ അല്ലെങ്കിൽ വാങ്ങിക്കുകയോ പിന്നെ എല്ലാ യങ് ഫാമിലി ആയതുകൊണ്ട് പിള്ളേരുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും തന്നെ ജോലി ചെയ്യാൻ പറ്റില്ല, രണ്ടുപേർക്ക് ജോലി ചെയ്യാൻ പറ്റും, മിക്കവാറും ഒരാളാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ മറ്റേ വ്യക്തി ഊബർ ഓടിക്കുന്ന വ്യക്തിയായിരിക്കും. കൂടുതൽ ആൾക്കാരും കൺവീനിയൻ്റ് ആണ്, പിള്ളേരെ ഡ്രോപ്പ് ചെയ്യാം, പിക്ക് ചെയ്യാം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഊബർ ഓടിക്കുന്ന ആൾക്കാർക്ക് ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? കിട്ടും, പക്ഷെ അത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു PAYG എംപ്ലോയ്മെന്റ് ചെയ്യുന്ന പോലെ നമുക്കൊരു ഊബർ ഒന്ന് സെൽഫ് എംപ്ലോയ്ഡ് എടുക്കും. അപ്പോൾ ആ സെൽഫ് എംപ്ലോയ്ഡ് ഇത് വരുമ്പോഴത്തേക്കും മിനിമം അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ടാക്സ് റിട്ടേൺ ചെയ്തിരിക്കണം. അതുപോലെ ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ 18 months, ആ കമ്പനിയിൽ നമ്മുടെ ABN ഉണ്ടായിട്ട് 18 months 1 year ടാക്സ് റിട്ടേൺ ഉണ്ടെങ്കിൽ മേജർ ബാങ്ക്സ് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ ഇതില്ലാണ്ട് ഇപ്പോൾ 3 months 6 months വെച്ച് ചെയ്യുന്ന നോൺ ബാങ്കിങ് ലെൻഡേഴ്സ് ഉണ്ട്, ബാസ് വെച്ചിട്ട് മാത്രം ചെയ്യുന്നവരുണ്ട്. പക്ഷേ അഡ്വൈസബിളി ഇപ്പോൾ നമുക്ക് നല്ലൊരു ബാങ്കിലാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ടാക്സ് റിട്ടേൺ ചെയ്ത് അതിൻ്റെ ഇൻകം കാണിച്ചാൽ അത് 100% എടുക്കും. കാരണം പലപ്പോഴും കേട്ടിരിക്കുന്നത് 2 കൊല്ലം വരെ വെയിറ്റ് ചെയ്യണം. നേരത്തെ എല്ലാ ലെൻഡേഴ്സും മജോറിറ്റി ലെൻഡേഴ്സിന് 2 year ഫിനാൻഷ്യൽസ് ആവശ്യമാണ്. പക്ഷേ അതിന് എക്സംഷൻ ഉണ്ട്. മേജർ ലെൻഡേഴ്സ് തന്നെ 1-2 ലെൻഡേഴ്സ് ഈ പറഞ്ഞ 12 months വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ടല്ലേ. അതേപോലെ തന്നെ മറ്റൊരു ഗണത്തിലാണ് നമ്മുടെ ആൾക്കാർ കൂടുതലും ചെയ്യുന്നത്, ഒരു ഫീൽഡാണ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഏജ്ഡ് കെയർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫറുകൾ ബാങ്കുകൾ കൊടുക്കാറുണ്ടോ? അത് ഗവൺമെന്റ് സപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനത്തെ ഈ പറഞ്ഞ പോലെ LMI ഡിസ്കൗണ്ടോ അങ്ങനെയൊന്നും അല്ലാതെ ഈ ഇവരുടെ എസ്പെഷ്യലി ഏജ് കെയർ അല്ലെങ്കിൽ ഡിസബിലിറ്റി വർക്ക് ചെയ്യുന്നവർക്ക് ഇൻകം എപ്പോഴും നമുക്ക് ബേസ് ഇൻകത്തേക്കാളും ഒത്തിരി നോൺ ബേസ് ഇൻകം വരും. അപ്പം അത് 100% അക്സെപ്റ്റ് ചെയ്യുന്ന ഒത്തിരി ലെൻഡേഴ്സ്, അതായത് നമുക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻകം ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ ഇൻകം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് യൂഷ്വലി ഇപ്പോൾ ഒരു 80,000 ബേസ് ഇൻകം കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 20-25 നോൺ ബേസ്. അപ്പോൾ അത് നമുക്ക് ഒത്തിരി ബോറോയിങ് തന്നെ ഹെൽപ്പ് ചെയ്യും, അഡീഷണൽ ബോറോയിങ് കിട്ടും. നമുക്കറിയാവുന്നതും നമ്മൾ സംസാരിച്ചതും ആയിട്ടുള്ള കാര്യങ്ങൾ ഈ യങ് ഫാമിലീസ് ഇവിടെ വരുമ്പോൾ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് 2 പേരും വരുന്നു. ആദ്യം ജോലി കിട്ടുക, ജോലി കിട്ടിയതിന് ശേഷം ഉള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് വീട് മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് പിള്ളേരുണ്ടാകുന്ന കാര്യങ്ങൾ അവർ മാറ്റിവെക്കാറുണ്ട്. കാരണം അവർക്ക് വീട് മേടിക്കണം, ഒന്ന് സെറ്റിലാകണം, കാലം നിലത്ത് ഉറപ്പിക്കണം, ഈ ഒക്കെ കാരണങ്ങൾ കൊണ്ടാണ്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്താണ് മെറ്റേണിറ്റി ലീവിൽ പോകുന്ന ആൾക്കാർക്ക് ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അത് ലോണിനെ യൂഷ്വലി ബാങ്കുകൾ ആവശ്യപ്പെടുന്ന ഒരു നമുക്ക് ഇപ്പോൾ ഒരു മെറ്റേണിറ്റി ലീവ് പോകുന്നിടം വരെ ഒരു ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. അപ്പം മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കപ്പാസിറ്റിയിലാണോ തിരിച്ച് കയറുന്നത്, ഇപ്പം ഞാനിപ്പോൾ 80 hours വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ 80 hours മെറ്റൽ ലീവ് കഴിയുമ്പോഴത്തേക്കും കയറാൻ പറ്റണമെന്നില്ല. ചിലപ്പം ചൈൽഡ് മൈൻഡിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ റെഡ്യൂസ്ഡ് അവേഴ്സിലായിരിക്കും. അപ്പോൾ ബാങ്കിന് വേണ്ടത് എംപ്ലോയർ ഇടുന്ന ഒരു എവിഡൻസ് ആണ്. അതായത് എംപ്ലോയറുടെ അടുത്ത് ഒരു ലെറ്റർ വേണം, നമ്മൾ ഇത്ര കപ്പാസിറ്റിയിൽ അവർലി റേറ്റ് ഇത്ര, ആനുവൽ ഇൻകം ഇത്ര എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കയറുന്ന ഒരു എംപ്ലോയ്മെൻറ്റ് ലെറ്റർ. അപ്പോൾ യൂഷ്വലി ബാങ്ക് യൂസ് ചെയ്യുന്നത് ആ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ ബേസ് ചെയ്തിട്ടുള്ള ബേസ് ഇൻകം എടുക്കും. അത് ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം നോൺ ബേസ് ഇൻകം യൂസ് ചെയ്യണമെങ്കിൽ അവർ തിരിച്ച് ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് എത്ര നാൾ ജോലി ചെയ്യുന്നു അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു പ്രഗ്നൻസി ലീവിൽ പോകുന്ന അത്രയ്ക്ക് ഹാർഡായിട്ടുള്ള പ്രശ്നമല്ല. ബാങ്കുകാർ അത് വളരെ മാനസിക പരിഗണന കൊടുത്ത് ചെയ്യുന്നു. പിന്നെ മറ്റു കാര്യം പറയാനുള്ളത്, ഇത് വളരെ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിനെക്കുറിച്ച് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ എല്ലാ കേസുകളും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ടിജോയെ നേരിട്ട് വിളിക്കുന്നതാണ് ഏറ്റവും നല്ലത്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായി. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഏരിയയെക്കുറിച്ചൊന്നും വലിയ വിവരമോ ധാരണയൊന്നും കാണില്ല. പിന്നെ ഇവിടെ ബാങ്കുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണ കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും മറ്റും നമുക്ക് ഡൗട്ടുകളുണ്ടെങ്കിൽ ടിജോയെ വിളിക്കാം. ടിജോ എന്തിനും നിങ്ങളിപ്പോൾ ടിജോയുടെ അടുത്ത് ബിസിനസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അത്യാവശ്യം ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം ഇതൊരു വലിയൊരു കമ്മിറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു വീട് മേടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ടിജോയെ വിളിച്ച് ചോദിക്കാം ഈ ഏരിയ എങ്ങനെയുണ്ട്, അതല്ലെങ്കിൽ പ്രീ അപ്രൂവൽ, അത് തന്നെ പ്രീ അപ്രൂവൽ നിങ്ങൾ എടുത്തു കൊടുക്കുമോ, എന്തുമാത്രം ഗ്യാരണ്ടി ഉണ്ട് ആ പ്രീ അപ്രൂവലിന്, അതൊരു വലിയൊരു കാര്യമാണ്. കാരണം വേറെ ഒന്നുകൊണ്ടുമല്ല ഞാൻ പറയാം, സോറി കേട്ടോ. കാരണം എനിക്ക് പല അനുഭവമുണ്ട്, എനിക്കായിട്ടുണ്ടായിട്ടില്ല, പലർക്കും ലോൺ എടുത്തിട്ട് പ്രീ അപ്രൂവലായിട്ട് വീട് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞ് വീടിന് ഓഫർ ഇട്ട് കഴിഞ്ഞപ്പോൾ പലയിടത്തും പ്രീ അപ്രൂവൽ ബാങ്കുകാർ അക്സെപ്റ്റ് ചെയ്തില്ല. അവർ പറഞ്ഞു അന്ന് ഇതിട്ട പ്രൈസ് അതാണ്, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക്
അത്രയും തരാൻ പറ്റില്ല, $20,000 $30,000 കുറച്ചേ ബാങ്കുകാർ കൊടുക്കുകയുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പൈസ റേസ് ചെയ്യണം. അതല്ലെങ്കിൽ പുതിയ വീട് പണിയാൻ തുടങ്ങും കഴിയുമ്പോഴത്തേക്കും പറയും എത്രയും പൈസ തരാൻ പറ്റില്ല, നഷ്ടത്തിൽ വിൽക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ഇപ്പോൾ പ്രീ അപ്രൂവൽ നിങ്ങൾ എങ്ങനെ എടുത്തു കൊടുക്കും, അതിൻ്റെ ഒരു ഗ്യാരണ്ടി എന്ന് മാത്രം? പ്രീ അപ്രൂവൽ രണ്ട് സിനാരിയോ പറയാം. അതിൻ്റെ ഒന്ന് നമ്മളിപ്പോൾ ഓണർ ഒക്യുപ്പൈഡായിട്ട് വാങ്ങിക്കുന്ന ഒരു സ്റ്റേജിൽ, ഓണർ ഒക്യുപ്പൈഡായിട്ട് മേടിക്കുന്ന പക്ഷേ യൂഷ്വലി ബാങ്കിലെല്ലാം കൊടുക്കുന്ന പ്രീ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ 90 ഡേയ്സിലേക്കാണ് കൊടുക്കുന്നത്. 90 ഡേയ്സിലേക്ക് പ്രീ അപ്രൂവൽ കൊടുക്കുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ലോൺ വെച്ചിട്ടുള്ളൊരു മാക്സിമം ഒരു എമൗണ്ട് അവിടെ വരും. അപ്പോൾ ഈ പ്രീ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് ആ പ്രീ അപ്രൂവൽ ലെറ്ററിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് സബ്ജക്ട് ടു എഴുതിയിട്ടുണ്ട് സബ്ജക്ട് ടു വാല്യുവേഷൻ. ഇപ്പം നമ്മൾ 6 മേടിക്കുന്ന പ്രോപ്പർട്ടി ബാങ്ക് 6 വാല്യൂ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് വാലിഡ് ആണ്. സബ്ജക്ട് ടു നിങ്ങളുടെ ഇൻകം, ഈ സമയത്തെ ഇൻകം ആ സമയത്തും കാണണം. അതായത് കൺവേർഷൻ്റെ സമയത്തും സിമിലർ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. യൂഷ്വലി ബാങ്കുകൾ നമുക്ക് വൺസ് പ്രീ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 90 ഡേയ്സ് ആണ് അത് ചോദിക്കാറില്ല. ഇപ്പം ചോദിക്കാൻ മേലായില്ല, അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് അവർ ബാങ്ക് കണ്ടീഷൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പം ആ സിനാരിയോയിൽ ഇതിൻ്റെ അകത്ത് വേറെ ഇത് രണ്ടും ചെയ്യുന്നൊന്നുമില്ലെങ്കിൽ ഈ സെയിം പ്രീ അപ്രൂവൽ കിട്ടിയേക്കുന്ന എമൗണ്ട് തന്നെ നമുക്ക് കൺവേർഷനും കിട്ടും. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മളതിൻ്റെ അകത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ അകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മളൊരു ഈ മേടിക്കുന്ന പ്രോപ്പർട്ടിക്ക് പ്രൊപ്പോസ്ഡ് റെൻ്റൽ എന്ന് പറഞ്ഞിടുന്നുണ്ട്. പ്രൊപ്പോസ്ഡ് റെൻ്റൽ ഇത്ര എമൗണ്ട് ഇടുന്നുണ്ട്. അതുപോലെ വാല്യുവേഷൻ. അപ്പം ഈ സംഭവങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ മേടിക്കുന്നത് നമ്മൾ $1,000 റെൻറ്റ് കിട്ടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ $800 റെൻറ്റ് കിട്ടിയുള്ളൂ. അപ്പം $400 പെർ വീക്ക് $200 ഷോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഷോർട്ട് നമ്മുടെ ഇൻകത്തിൽ ഓവർ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ഫണ്ട് അന്നേരം അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിൽ അതിനാൽ കൂടുതൽ ഇത് വരുന്നത് വെച്ചാൽ ഈ റെന്റൽ എസ്റ്റിമേറ്റും മാറുന്ന കൊണ്ട് വരുന്ന വരാറുണ്ട്. അങ്ങനെ എന്ന് വെച്ചാൽ വളരെ റയറായിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഔട്ട് സൈഡ് 1 or 2% അത്രയൊക്കെ വരാറുള്ളൂ. അപ്പം അതേപോലെ തന്നെ ഈ ഏരിയയെക്കുറിച്ച് ഒരാൾ വരുമ്പം അവരെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ? നമ്മളൊരു പുതിയൊരാൾ വരുമ്പോഴത്തേക്കും ആരാണെങ്കിലും ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഫസ്റ്റ് തിങ് അവരൊരു മോർഗേജ് ബ്രോക്കറെ അല്ലെങ്കിൽ ഇപ്പം ചില ബാങ്കിനായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അവർക്ക് ആ ഒരു ജേർണി ഇനിഷ്യൽ ഡേ 1 to അത് ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് പല സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നമ്പർ ആണെങ്കിൽ ലൊക്കേഷൻ, എവിടെ വീട് വാങ്ങിക്കണം, അത് ഓരോരുത്തരെയും അത് വേരി ചെയ്യും. ഒരു യങ് ഫാമിലി ആണെങ്കിൽ അവർക്കിപ്പോൾ പിള്ളേരൊന്നും സ്കൂളിൽ പോകുന്നില്ല, അത് പ്രയോറിറ്റി ആയിരിക്കത്തില്ല. അപ്പോൾ അവർക്ക് ചീപ്പറായിട്ടുള്ള സബർബ്, കുറച്ച് ട്രാവൽ ചെയ്യുന്നതിന് പ്രശ്നം കാണത്തില്ല. കുറച്ച് ഇപ്പം പിള്ളേർ പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ അത് സ്റ്റാർട്ട് ചെയ്ത് അതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കുട്ടികളുള്ള ഫാമിലി ആണെങ്കിലും ചിലപ്പോൾ അവർക്ക് ആ സ്കൂളായിരിക്കും പ്രയോറിറ്റി, വീട് പ്രശ്നമായിരിക്കത്തില്ല. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ആ ലൊക്കേഷനാണ് നമ്മളെപ്പോഴും പറയും. ഇപ്പോൾ നമ്മൾ ആദ്യം അവരോട് പറയുന്നത് എവിടെ നിങ്ങൾക്ക് വീട് വാങ്ങിക്കണം. അപ്പോൾ അന്നേരം ഞങ്ങൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല, നമുക്ക് നമ്മുടെ പ്രയോറിറ്റി ഇതാണ്, നല്ല വീട് കിട്ടണം അല്ലെങ്കിൽ ഇതാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ ഇവർ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഇപ്പോൾ ഒരു 7 to 750 ഇട്ടേക്കുന്ന പ്രോപ്പർട്ടി, അതിൻ്റെ ഒരു വാല്യൂ അറിയണമെങ്കിൽ ഇപ്പം പോയി നോക്കുന്നവർക്ക് അവർക്ക് ആ പ്രോപ്പർട്ടി അല്ലേ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ അസിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ സബ്ജക്ട് പ്രോപ്പർട്ടി അതിൻ്റെ അഡ്രസ്സ് അയച്ചു തന്നാൽ അതിൻ്റെ നമ്മളൊരു റിപ്പോർട്ട്, നമുക്ക് കോർലോജിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആ പ്രോപ്പർട്ടിയുടെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സറൗണ്ടിങ് സബർബ്സിൽ അല്ലെങ്കിൽ ഇതിന് ഒരു 500 മീറ്റേഴ്സിന് അകത്ത് സിമിലർ സൈസ് പ്രോപ്പർട്ടീസ് വിറ്റേക്കുന്ന വില അത് വിത്തിൻ ലാസ്റ്റ് 6 months ആയിരിക്കും കൂടുതൽ അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ട്. സോ ഇപ്പോൾ ഈ പ്രോപ്പർട്ടി എനിക്ക് 7.5 മേടിക്കണമെങ്കിൽ നോക്കാം ചുറ്റുമുള്ള വീടുകളൊക്കെ സിമിലർ സൈസ് പ്രോപ്പർട്ടീസ് എത്രയൊക്കെ വിറ്റേക്കും. അപ്പോൾ ഒരു ഏകദേശം അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി റിപ്പോർട്ട് ഇൻഡിക്കേറ്റീവ് പ്രൈസ് ഉണ്ട്. ആക്യുറേറ്റ് അല്ല, അത് അതിൻ്റെ അകത്തും പറയുന്നുണ്ട്, ഇത് ആക്യുറേറ്റ് വാല്യൂ അല്ല, ഇത് ബേസ്ഡ് ഓൺ ദ റീസൺ സെയിൽസ് ആണ്, സെയിൽസ് എവിഡൻസ് വെച്ചിട്ട്. പിന്നെ ഡിമാൻഡും പോലെ ഇരിക്കും. അതെ. പിന്നെ ഇപ്പോൾ ഓപ്ഷനൊക്കെ ആണെങ്കിൽ ഡിമാൻഡ് ഡ്രിവൺ ബൈ അന്നേരത്തെ സമയത്ത് ഇമോഷനാണ്. എനിക്ക് ആ പ്രോപ്പർട്ടി മേടിച്ചാൽ തീരുന്നുള്ള ഞാൻ ഏത് അറ്റം വരെയും പോകും അങ്ങനെ. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് ശരിക്കും പറയാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, നമുക്കിപ്പോൾ എവിടെ വീട് നമ്മൾ മേടിക്കുന്ന ആ വീടിൻ്റെ ചുറ്റുമുള്ള സംഭവം, അവിടുത്തെ വീടുകളുടെ ആവറേജ് ഒരു പ്രൈസ്, ആ മാർക്കറ്റ് എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് ഒരു പ്രോപ്പർട്ടി എത്ര നാൾ കിടന്നിട്ടാണ് പോയേക്കുന്നത്, അതെല്ലാം അതിൻ്റെ അകത്ത് ഡേറ്റ കാണും. ഈ മാർക്കറ്റിൽ എത്ര നാളുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമുക്കറിയാലോ ആ മാർക്കറ്റ് എത്രമാത്രം ഹോട്ടാണ്, അത് അതിൻ്റെ അകത്ത് അവിടെ നമ്മൾ ഓഫർ ഇടണോ അതോ വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി മേടിക്കാൻ പോകുമ്പോൾ ശരിക്കും ബാർഗൈനിങ് ഉണ്ടോ? നമുക്ക്
ഇപ്പോഴത്തെ മാർക്കറ്റിൽ ബാർഗൈൻ ചെയ്യാൻ പറ്റും ശരിക്കും. എന്ന് വെച്ചാൽ ഒരു നേരത്തേക്ക് ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ ഒരു പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ എപ്പോഴും അതിന് മേളിൽ സ്ട്രൈറ്റ് അവേ ഓഫർ പോകാറ്. ഇപ്പോൾ ആളുകൾ നെഗോഷിയേറ്റ് ചെയ്ത് താഴെ എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രോപ്പർട്ടി അവൈലബിൾ ആണ് മാർക്കറ്റ്. നിങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കാറുണ്ടോ? ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർക്ക് ലോൺ എടുത്ത് കൊടുക്കാറുണ്ട്? തീർച്ചയായിട്ടും. അതും നമ്മുടെ ഈ ഫസ്റ്റ് ടേം കഴിഞ്ഞാൽ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും നമുക്ക് ആളുകൾക്ക് കൂടുതൽ അറിയില്ലാത്ത ഒരു ഏരിയയാണ് ഇക്വിറ്റി യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നത്. കറക്റ്റ്. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നവരൊക്കെ നമ്മളോട് ഇപ്പം ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതല്ല, പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് സെഗ്മെന്റിലേക്ക് ഇറങ്ങുന്നുണ്ട്. എൻ്റെ അടുത്ത് ഡിപ്പോസിറ്റ് ഒന്നുമില്ല, എനിക്ക് മേടിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇക്വിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ $1 പോലും വേണ്ട. അതായത് അത് നിങ്ങളിൽ ഇല്ലെന്നല്ല, നിങ്ങളിൽ ഒരുപാട് പൈസ അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ക്ലയൻറ്റിൻ്റെ റീസെർച്ച് ജസ്റ്റ് സ്റ്റോറി. അപ്പോൾ അവർ കഴിഞ്ഞ വർഷം ആദ്യത്തെ പ്രോപ്പർട്ടി വാങ്ങിച്ചു, ഇതുപോലെ ഇക്വിറ്റി യൂസ് ചെയ്തിട്ട്. അപ്പോൾ പിന്നെ ഇനിയുണ്ടോ എന്ന് ചോദിച്ചു. രണ്ടാമത് മേടിച്ചു. ഇപ്പം 4 പ്രോപ്പർട്ടി വാങ്ങിച്ചു ഈ ഒരു വർഷത്തെ പീരീഡില്. ഒരു വർഷം. അപ്പോൾ എല്ലാം വലിയ സൈസ് ഒന്നും അല്ല, ചെറിയ 450, 550 ഒക്കെ അങ്ങനത്തെ പ്രോപ്പർട്ടി. 450, 550 അത് 4 പ്രോപ്പർട്ടി ഒരു വർഷം മേടിക്കാന്ന് പറഞ്ഞാൽ അഗ്രസീവായിട്ട് മേടിച്ചു. അതുപോലെ ഞങ്ങള് ചെയ്തോണ്ടിരുന്നത് ഞങ്ങളുടെ ലോൺ അടച്ചു തീർത്തോണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഈ വേറെ പൈസ ഒന്നും ഇല്ല. അപ്പൊ ഈ ഇക്വിറ്റി ഇത് യൂസ് ചെയ്യാൻ അറിയത്തില്ല. അതെ, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ $1 million പ്രോപ്പർട്ടി നമുക്ക് ഉണ്ടെന്ന് വെച്ചു. അപ്പൊ അതിൻ്റെ അത് ചിലപ്പോൾ 400-450 പലർക്കും ലോൺ കാണത്തുള്ളൂ. ബാക്കി കിടക്കുവാണ്, അത് ഉപയോഗിച്ചാൽ മതി. പിന്നെ അതിന്റെ റെന്റിൽ മേടിക്കുന്ന പ്രോപ്പർട്ടി റെന്റിൽ യൂസ് ചെയ്യും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കയ്യിൽ നിന്ന് 105% ഇൻക്ലൂഡിങ് സ്റ്റാമ്പ് ഡ്യൂട്ടി നമുക്ക് ബോറോ ചെയ്യാൻ പറ്റും. ലീഗൽ കോസ്റ്റും എല്ലാം ഇതിനകത്ത് നമുക്ക് കിട്ടും. അത് വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ പുതിയ വീട് പണിയാനായിട്ട് ആൾക്കാർക്ക് ലോൺ എടുത്ത് കൊടുക്കാൻ സഹായിക്കാറുണ്ടോ? പിന്നെ അത് ലാൻഡ് പ്ലസ് കൺസ്ട്രക്ഷൻ ലോൺ ആയിരിക്കും വരുന്നത്. ആദ്യം ലാൻഡ് പർച്ചേസ് ആയിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞത് 5% സ്കീമിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 5% സ്കീം ലാൻഡ് പ്ലസ് കൺസ്ട്രക്ഷനും എലിജിബിൾ ആണ്. പക്ഷേ ഈ 2 കോൺട്രാക്റ്റും ഒരേ സമയത്ത് നമ്മൾ എക്സിക്യൂട്ടീവ് കോൺട്രാക്റ്റ് ആയിരിക്കണം. ഒരു വാല്യുവേഷൻ ഓർഡർ ചെയ്ത് ആപ്ലിക്കേഷൻ ഇടുമ്പോഴത്തേക്കും അതൊരു ഹൗസ് എന്നുള്ള രീതിയിലായിരിക്കും. ലാൻഡിന്റെ കോൺട്രാക്റ്റും കൺസ്ട്രക്ഷന്റെ കോൺട്രാക്റ്റും കൂടെ കൂടി ആണ് അപ്ലൈ ചെയ്തത്. അങ്ങനെയാണ് ഈ 5% സ്കീമിൽ എലിജിബിൾ ആകുന്നത്. അപ്പോൾ ഈ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വീട് മേടിക്കാനാണോ എളുപ്പം, അതോ നമുക്കൊരു വീട് ബിൽഡ് ചെയ്യാനാണോ കൂടുതൽ ലോൺ കിട്ടാനായിട്ട് സാധ്യത കൂടുതൽ? കാരണം ഈ ടഫ് ഏരിയയിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. അത് രണ്ടും സിമിലർ ഇതാണ്, നമ്മുടെ സർവീസബിലിറ്റി എല്ലാം. പിന്നെ ഇത് ഫസ്റ്റ് ഹോം മേടിക്കുന്ന ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മൾ ലാൻഡിന് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്നില്ല. കയ്യിൽ ഡിപ്പോസിറ്റ് ഷോർട്ട് ഫോൾ ഉള്ളവർക്ക് സംബന്ധിച്ചോളം അത് വളരെ ഇതാണ്. ഇപ്പോൾ പ്ലസ് ഗവൺമെൻറ് ഗ്രാൻഡ് കിട്ടും. ഇപ്പോൾ ഒരു $20,000 ഉണ്ട്, ഇപ്പോൾ ഒരു $6 ലക്ഷം വീട് പണിയാൻ $10,000 ഗ്രാൻഡ് കൊണ്ട് കിട്ടുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ സമയം കൊണ്ട് അവർക്ക് അത്യാവശ്യം സേവിങ്സ് ആവും. അതായത് ഒരു $6 ലക്ഷം വീട് നമുക്ക് പണിയാൻ വേണ്ടി എത്ര രൂപ വേണം? $20,000 മതി ഈ 5% സ്കീമിലാണെങ്കിൽ. ആണല്ലേ? അതായത് ഒരു $20,000 സ്വന്തമായിട്ടൊരു വീട് മേടിക്കുക ഓസ്ട്രേലിയയിൽ അല്ലേ? ലോൺ കിട്ടും. അത് സ്വന്തമായിട്ട് വീട് മേടിക്കാന്നല്ല, സ്വന്തമായിട്ട് വീട് പണിയാൻ പറ്റും. ബ്രാൻഡ് ന്യൂ പുതിയ വീട് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള വീട് അല്ലേ? 2 അടുക്കളയൊക്കെ വെച്ച്. അല്ല, ഇപ്പോൾ ആൾക്കാർ പണിയുന്നതിനകത്ത് ഒരുപാട് അല്ല, അത് തന്നെയല്ല, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീട് പണിയുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കാറില്ല. അവർ പൂജാമുറി അല്ലെങ്കിൽ പ്രയർ റൂമോട് കൂടിയാണ് പണിയുന്നത്. നമ്മൾ മേടിക്കുന്ന ഒരു വീടിന് ചിലപ്പോൾ പ്രയർ റൂമും ഇതൊക്കെ കാണുമെന്ന്. പിന്നെ എല്ലാവരും ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചാൽ ഒരു വാക്കിൻ പാൻട്രി ഉണ്ടല്ലോ, അതെല്ലാവരും ബട്ട്ലേഴ്സ് പാൻട്രി ആക്കി എടുത്ത് അവിടെ ഒരു സ്റ്റവ് ഒക്കെ പിടിപ്പിച്ച് നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആണ്. നമ്മുടെ ഫ്രണ്ട് വൃത്തിയായിട്ട് കിടക്കുന്ന. പിന്നെ മീനൊക്കെ ഉറക്കൂല, സഹിക്കാൻ പറ്റില്ലേ? നിങ്ങളുടെ അവിടെ ഇങ്ങനെ ഉണക്കമീനൊക്കെ ഉള്ള സ്ഥലമാണോ അതോ പച്ചമീനാണ് നിങ്ങൾ കൂടുതലായിട്ട്? നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വൈക്കത്താണ് പച്ചമീനല്ലേ? ഞങ്ങളുടെയൊക്കെ അവിടെ ഉണക്കമീനാണ് കൂടുതൽ. നല്ല മണമാ. ഇപ്പോൾ പുതിയൊരു സ്കീമാണ് 40 കൊല്ലത്തേക്ക് ലോൺ കൊടുക്കുക എന്ന് പറയുന്നത്. അത് ശരിക്കും നമുക്ക് ദോഷകരമാണോ അതോ നമുക്ക് ഉപകാരപ്രദമായിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ? ഇൻട്രസ്റ്റ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴത്തേക്കും അത് കൂടുതലാണ്. നമ്മൾ 40 വർഷത്തേക്ക് 30 വർഷത്തെ ലോൺ 40 വർഷത്തേക്ക് എപ്പോഴും ബാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഹയർ ഇൻട്രസ്റ്റ് ഇനിഷ്യൽ ടൈമിലായിരിക്കും. ഇപ്പോൾ 40 വർഷത്തെ ലോൺ ആദ്യത്തെ വർഷങ്ങളായിരിക്കും അതിൻ്റെ ഒരു നല്ല ശതമാനം ബാങ്ക് എടുക്കുന്നത്. അത് എല്ലാ ബാങ്കിനും ചെയ്യുന്നൊരു അമോർട്ടൈസേഷൻ ഷെഡ്യൂൾ എന്നുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന എപ്പോഴും ഇനിഷ്യൽ ഫ്രണ്ട് ലോഡിങ് ആയിട്ടായിരിക്കും ഇൻട്രസ്റ്റ് കൂടുതലും ഫ്രണ്ട് ചെയ്യും. പക്ഷേ ഈ 40 വർഷം ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു
ഹയർ ബോറോയിങ് വേണ്ട സിറ്റുവേഷനിൽ. അപ്പോൾ ഈ 40 വർഷത്തെ ടൈമായിട്ട് വരുമ്പോഴത്തേക്കും മന്ത്ലി റീപേയ്മെൻറ്റ് കുറയും, ബോറോയിങ് കപ്പാസിറ്റി കൂടും. അതാണ് അതുകൊണ്ടൊരു അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതെ, അതായത് ഇപ്പം ഉദാഹരണത്തിന് ഏണിങ്സ് ഇച്ചിരി കുറവുള്ള ആൾക്കാർക്ക് വീട് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ 40 കൊല്ലത്ത് അതുകൊണ്ട് തുടങ്ങുക. അതിനുശേഷം 2 പേർക്കും, അത് കെട്ടിയ ഭാര്യയ്ക്കും ഭർത്താവിനും സ്ഥിരമായിട്ട് ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ഇൻകം വന്നു കഴിയുമ്പോൾ അവർക്ക് റീഫിനാൻസ് ചെയ്ത് മാറ്റാവുന്നുള്ളൂ അല്ലേ. എപ്പോൾ വേണമെങ്കിലും കുറയ്ക്കാം, ടേം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് റീഫിനാൻസ്, ഇന്റേണൽ റീഫിനാൻസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, സെയിം ബാങ്കിൽ തന്നെ ചെയ്യാം, അല്ല എക്സ്റ്റേണൽ റീഫിനാൻസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് വേണമെങ്കിലും നമുക്ക് ടൈം കുറയ്ക്കുകയോ എല്ലാം ചെയ്യാം. പക്ഷെ അത് ലാഭത്തിലാണ് അവന് കലാശിച്ചത്. പക്ഷെ ഇപ്പൊ വിക്ടോറിയയിലൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പൈസ പോയതാ ഒഴിക്കും അല്ലേ. ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര ഇവിടെ റെന്റ് തീരെ കുറവല്ലേ, അപ്പൊ ആളുകൾക്ക് ഹോൾഡിംഗ് അത്രയും നമുക്ക് ക്യാഷ് ഫ്ലോ ഉള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അതുപോലെ പൈസ ഓഫ്സെറ്റിൽ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ അകത്ത് ഷോർട്ട് വന്നാൽ അതിനടുത്ത് അടയ്ക്കണം. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യൂൻസ്ലാൻഡിലൊക്കെ ഒത്തിരി ഇപ്പോഴും ഞാൻ പറയുന്നത് പല ചെറിയ പ്രോപ്പർട്ടികളൊക്കെ വലിയ കുഴപ്പമില്ല, ഒരു 90% വരെയൊക്കെ റിട്ടേൺ കിട്ടുന്ന പ്രോപ്പർട്ടികളുണ്ട്. കെയ്ൻസിലൊക്കെ ഒത്തിരി ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെറിയ പ്രോപ്പർട്ടികളാണ്, 4-5-ൻ്റെ പ്രോപ്പർട്ടി. കെയ്ൻസിൽ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു 2 കൊല്ലം മുമ്പ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് അവിടെയുണ്ട്. അപ്പം അവൻ നമ്മുടെ നാട്ടിൽ മര്യാദ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച അവൻ അവിടെ താമസിക്കുന്നതും ഒരു ഹിൽ ഏരിയയിലായിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ അവൻ വന്ന് വീട് മേടിച്ചിരിക്കുന്നതും ഒരു മലയുടെ മുകളിലാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ബാൽക്കണിയുണ്ട്. ബാൽക്കണിയിലൊക്കെ ഇരുന്ന് ഞങ്ങൾ നല്ല അവൻ്റെ വീട്ടിൽ ചക്കപ്പഴം ഉണ്ടായിരുന്നു. ചക്കപ്പഴമൊക്കെ വെച്ച് എല്ലാ വീട്ടിലും ചക്കപ്പഴമൊക്കെ എടുത്തു വെച്ച് നല്ല സ്മോൾ അടിച്ചപ്പോൾ എന്തൊരു സുഖമാണ്. നല്ല തണുത്ത ചെറിയ കാറ്റ്, തണുത്ത കാറ്റില്ലായിരുന്നു, നല്ല അറ്റ്മോസ്ഫിയർ, നല്ല വ്യൂ ആണ്. കാരണം ഒരു മലയുടെ മുകളിൽ അവൻ്റെ വീട് ഇരിക്കുന്നത്. താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലാൻഡുള്ള വീട് മേടിക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ ഫെസിലിറ്റീസൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി റീജിയനിലേക്കൊക്കെ പോയി മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ലാൻഡുള്ള വീട് മേടിക്കുക. ഈ നേഴ്സുമാർക്ക് പുറത്തുള്ള ആൾക്കാർ, നമ്മൾ നേഴ്സുമാരെ കുറിച്ച് കൂടുതൽ അതിന് പുറത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫറുകൾ ഏതെങ്കിലും ബാങ്കുകൾ കൊടുക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നമ്മുടെ സാധാരണ പ്രൊഫഷണൽസ് എന്നുള്ള എല്ലാ ബാങ്കിലും ഉണ്ട്, ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പം അതിൻ്റെ അത് ഫിസിയോതെറാപ്പിസ്റ്റ്, നമ്മുടെ എഞ്ചിനീയേഴ്സിനാണെങ്കിൽ തന്നെ നോൺ ബാങ്കിങ് ലെൻഡേഴ്സ് ഉണ്ട്. 95% വരെ LMI കൊടുക്കുന്നുണ്ട്. ആണല്ലേ. ബാങ്ക് അല്ല, നോൺ ബാങ്കിങ് ലെൻഡർ. നോൺ ബാങ്കുകൾ, അതായത് നമ്മളിപ്പം ലെൻഡർക്കും അവർക്ക് അവരുടെ ഒരു സെറ്റ് ജനറൽ ആയിട്ടുള്ള കുറേ ഇത് കാണും. ഇപ്പം ഡോക്ടേഴ്സൊക്കെ എല്ലാത്തിൻ്റെ മെഡിക്കൽ വരുന്നുണ്ട്. അല്ലാതെ കുറച്ചിപ്പോൾ അലൈഡ് ഹെൽത്ത് ഓക്കുപേഷൻസ്, അതുപോലെ ഇതുപോലെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കാണ്. അത് എനിക്കത് ഇവിടെ ലോക്കൽ ഇവിടെ പഠിച്ച്, അതായത് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിട്ട് പഠിച്ചവർക്ക് 95% വരെ കൊടുക്കുന്ന ലെൻഡേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ ജോലി ചെയ്ത ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ UK, കാനഡ എവിടെയൊക്കെ ജോലി ചെയ്ത ആൾക്കാരാണ്. അവരിവിടെ വന്നവർക്ക് അവരുടെ ജോലിയുടെ ഹിസ്റ്ററി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ യൂഷ്വലി വെക്കുന്നത് ഒരു കൂടുതൽ ലെൻഡേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു എംപ്ലോയ്മെന്റ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. പക്ഷെ അതുകൊണ്ട് വലിയ നമുക്ക് വെക്കാതെ നമ്മൾ ഇത് ഇൻഡസ്ട്രി ഇതാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇവിടെ കൂടുതൽ ഇൻകം എടുക്കുന്ന ബാങ്കുകൾ കൂടുതൽ ഇവിടെ എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലുള്ള ഇൻകം ആയിട്ട് വരും. പ്രീവിയസ് ഇയറിൽ ഇപ്പം അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഓവർസീസ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ പ്രീവിയസ് UK ആ ജോലി വിട്ടിട്ടല്ലേ നമ്മൾ ഇവിടെ ഡേ 1 മുതൽ നമുക്ക് എത്ര കിട്ടുന്നു അതായിരിക്കും കൂടുതൽ കാശ്. അത് നമുക്ക് ഓൺഗോയിങ് അല്ലല്ലോ പ്രീവിയസ് എംപ്ലോയ്മെന്റ്. നാട്ടിലെ പ്രോപ്പർട്ടി വിറ്റിട്ട് ഇങ്ങോട്ട് പൈസ കൊണ്ടുവരുന്നവരുണ്ട്. അപ്പോൾ അത് ഒരു ജെന്യുവൻ സേവിങ്സ് ആയിട്ട് കണക്കാക്കുമോ, അത് ഒരു നമുക്ക് സപ്പോർട്ടീവ് ആണോ? ജെന്യുവൻ സേവിങ്സ് സാധാരണ ബാങ്കുകൾ കൺസിഡർ ചെയ്യുന്നത് നമ്മളിവിടെ നമ്മുടെ ഇൻകത്തിൽ നിന്ന് സേവ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആയിട്ടാണ്. പിന്നെ അതല്ലാണ്ട് ഇപ്പം ജെന്യുവൻ സേവിങ്സ് ആണെങ്കിൽ പോലും ഇപ്പം അങ്ങനെ മസ്റ്റായിട്ട് അത് പല രീതിയിൽ അത് വരും. ചില ബാങ്കുകൾക്ക് 30 days മതി ജെന്യുവൻ സേവിങ്സ്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഇപ്പം ഇന്ന് ഞാൻ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇതിട്ട് അടുത്ത ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ആ സ്റ്റേറ്റ്മെന്റ് 1 month ആയി. അപ്പോൾ അത് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ പോലും അക്സെപ്റ്റ് ചെയ്യുന്ന ബാങ്കുകളുണ്ട്. ഓരോ ബാങ്കുകൾക്കും അതും ജെന്യുവൻ സേവിങ്സിൻ്റെ ആണെങ്കിലും വെരിഫിക്കേഷൻ ക്രൈറ്റീരിയ പല രീതിയിൽ ചെയ്യുന്നു. ഒരു റീപേയ്മെന്റ് അല്ലെങ്കിൽ ചെയ്യും. ഇപ്പോൾ ഞാൻ റെന്റ് കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ, അത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത് സേവ് ചെയ്യുന്നതിൻ്റെ ഒരു ഹാബിറ്റ്. അതെ. അപ്പം ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ടിജോയ്ക്കും വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ആഡ് ചെയ്യാനുണ്ടോ? അതായത് ഇപ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും, നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന എല്ലാവർക്കും സ്വന്തമായിട്ട് വീട് മേടിച്ച് അടിച്ച് പൊളിച്ച് നല്ല തണുത്ത ബിയറൊക്കെ കുടിച്ച് താർപ്പായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കും മറ്റും നമ്മുടെ വീട്ടിൽ വളർന്നു വരുവാണെങ്കിൽ അതൊരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ്. അല്ലെങ്കിൽ നമുക്ക് വലിയ ബിലോങ്ങിങ്സ് ഒന്നും കിട്ടാറില്ല. നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ ആ വീട്ടിൽ നമുക്ക് താമസിക്കാനായിട്ട് സാധിക്കും.
എല്ലാവർക്കും നല്ലൊരു വീട് മേടിച്ച് സുഖത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ആർമാദിച്ച് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തേലും സാഹചര്യം, അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു $1000 ഉണ്ടെങ്കിൽ ടിജോയെ വിളിക്കാം. ടിജോ അതിനായിട്ട് ഹെൽപ്പ് ചെയ്യും, നിങ്ങളതിനായിട്ട് ഉപദേശിക്കും, പ്രൊഫഷണലായിട്ട് ഉപദേശിക്കും, ജനറലായിട്ടും ഉപദേശിക്കും. കാരണം ടിജോയെ പറ്റും 5 കൊല്ലത്തിന് മുകളിലായിട്ട് ഈ മോർഗേജ് ബ്രോക്കിങ്ങും അതുകൂടാതെ മറ്റുള്ള ഫിനാൻഷ്യലുമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്ക് 40-ൽ കൂടുതൽ ബാങ്കുകാരുമായിട്ട്, അതായത് മേജർ ബാങ്കുകാരും ചെറിയ ബാങ്കുകാരുമായിട്ട് ഡീലിങ്സ് ഉണ്ട്. അപ്പം പലർക്കും പല പോളിസികളാണുള്ളത്. അവരെല്ലാം നമ്മളെ സഹായിക്കാനായിട്ട് വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് സ്കീമുകൾ അവർക്കുണ്ട് നമ്മളെ സഹായിക്കാനായിട്ട്. നമ്മൾ സ്വന്തമായിട്ട് വീട് മേടിച്ചതിൽ താമസിക്കാനായിട്ട്. ബാങ്കുകാരും അവരെ വീട്ടിൽ പൈസ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എങ്ങനെയും തരാനായിട്ട്. അതുകൊണ്ട് നമ്മളത് പോയി മേടിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല വീട് കിട്ടട്ടെ. താങ്ക് യു. താങ്ക് യു.